ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിലെ രണ്ടാം ഞായറാഴ്ച നോമ്പും പ്രാർത്ഥനയും വിശ്വാസികൾക്ക് മാണിക്യരത്നവും ജീവന്റെ നിക്ഷേപവും അപഹരിക്കപ്പെടാത്ത വലിയ സമ്പത്തുമാകുന്നു. ഇന്ന് ഗർഭോ ഞായർ. നല്ല വൈദ്യനായ യേശുമിശിഹ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് അനുസ്മരിപ്പിക്കുന്ന ഞായർ. തിരുസഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ്. പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്കു കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ. പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ കുഷ്ഠരോഗി യേശുവിനെ സമീപിച്ച സ്ഥലം ലൂക്ക വ്യക്തമാക്കിയിട്ടില്ല. നഗരത്തിനു വെളിയിൽ പാളയത്തിനു പുറത്ത് പാർക്കേണ്ടുന്ന കുഷ്ഠരോഗി പട്ടണത്തിൽ യേശുവിനെ കണ്ടുമുട്ടുന്നു. പേര് പറയാത്ത പട്ടണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നഗരങ്ങളാവാം. അഥവാ ഏതു ജനനിബിഡമായ പട്ടണത്തിലും ഒറ്റപ്പെടലുകൾ ഉണ്ടെന്ന സൂചന നൽകുന്നു. വ്യക്തികളെ വിരൂപമാക്കുന്ന കുഷ്ഠരോഗം ഭീതിജനകമായൊരു രോഗമായിരുന്നു. കുടുംബത്തിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, മതത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന, സാമൂഹിക അകൽച്ചയ്ക്ക് ഇരയാകുന്ന, സാമൂഹിക അവഹേളനം ഏറ്റുവാങ്ങുന്ന രോഗമായിരുന്നു കുഷ്ഠം. മനുഷ്യരാശി 4000-ത്തിലധികം വർഷമായി നേരിടുന്ന രോഗമാണ് കുഷ്ഠം. ഇന്ത്യയിലെയും ചൈനയിലെയും ഈജിപ്തിലെയും അതിപുരാതന സംസ്കാരങ്ങൾക്ക് ഈ രോഗം പരിചിതമാണ്. പ്രതിരോധശേഷി ദുർബലപ്പെടുത്തുന്ന ഈ രോഗം ശ്വാസനാളത്തിൻ്റെ ഉപരിതല നാഡികൾ, അവയവങ്ങൾ, കണ്ണ് ഉൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കുന്നു. കുഷ്ഠരോഗത്തിൻ്റെ പ്രധാന ബാഹ്യ ലക്ഷണം ചർമ്മത്തിലെ ക്ഷതങ്ങളാണ്. മൈക്കോബാക്ടീരിയം, ലെപ്രോമെറ്റോസിസ് എന്നീ ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന കഠിന രോഗമാണ് കുഷ്ഠം. രോഗാണുവിനെ കണ്ടുപിടിച്ച നോർവേക്കാരൻ G.H.A. ഹാൻസൻ എന്ന വൈദ്യൻ്റെ പേരിൽ ഹാൻസൻ്റെ രോഗം എന്നും ഇത് അറിയപ്പെടുന്നു. ഫ്രഞ്ച് ഫിലാന്ത്രോപ്പിസ്റ്റ് റൗൾ ഫെലോറോ 1954 ജനുവരി 31 അഥവാ ലാസ്റ്റ് സൺഡേ ഓഫ് ജാനുവരി വേൾഡ് ലെപ്രസി ഡേ ആയി ആചരിച്ചു വരുന്നു. വേൾഡ് ലെപ്രസി ഡേ ആയി ആദരിച്ചു വരുന്നു. ഇന്ത്യയിൽ ജനുവരി 30 ആണ് കുഷ്ഠരോഗ ദിനമായി സ്മരിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ പലയിടത്തും കുഷ്ഠരോഗ കോളനികൾ ഉണ്ടായിരുന്നു. ചൈന, റൊമേനിയ, ഈജിപ്ത്, നേപ്പാൾ, ജപ്പാൻ, സൊമാലിയ, ലൈബീരിയ, വിയറ്റ്നാം, ഇന്ത്യ
എന്നിവ പ്രസിദ്ധങ്ങളാണ്. രോഗത്തേക്കാൾ ഭയാനകമായിരുന്നു സാമൂഹിക ഭ്രഷ്ട്. രോഗിക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ നൽകിയിരുന്ന ഒരു സാംക്രമിക രോഗമായിരുന്നു കുഷ്ഠം. മാരകമായ ശാരീരിക വൈകല്യങ്ങൾ, സാമൂഹിക ഭ്രഷ്ട്, മതപരമായ അശുദ്ധത, രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സൃഷ്ടിക്കുന്ന ഒറ്റപ്പെടലുകൾ, ഒരു കാലഘട്ടത്തിൽ ചികിത്സ ലഭ്യമല്ലാതിരുന്ന ഒരവസ്ഥ. പഴയ നിയമത്തിൽ മനുഷ്യർക്കും തുണിത്തരങ്ങൾക്കും ഭവനങ്ങൾക്കും സംഭവിക്കുന്ന ഒരു ക്രമഭംഗമാണ് കുഷ്ഠം. പുറപ്പാട് 4-ാം അധ്യായം 6-ാം തിരുവചനം. മോശയെ ശക്തിപ്പെടുത്തുന്ന ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കൈ മാറിടത്തിൽ വയ്ക്കുക. അവൻ അപ്രകാരം ചെയ്തു. കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കാണപ്പെട്ടു. ദൈവം കൽപ്പിച്ചു, കൈ വീണ്ടും മാറിടത്തിൽ വയ്ക്കുക. അവൻ അപ്രകാരം ചെയ്തു. മാറിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവസ്ഥിതിയിലായി, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു. ദൈവജനത്തിൻ്റെ വിശ്വാസത്തിനായി നൽകപ്പെട്ട അടയാളവും സാക്ഷ്യവുമാണിത്. കുഷ്ഠരോഗശാന്തി ഒരു അടയാളമാണ്, ദൈവജന സാക്ഷ്യത്തിനായി നൽകപ്പെടുന്നതാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിരിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തു. അഹറോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി തീർന്നത് കണ്ടു. മോശ കർത്താവിനോട് നിലവിളിച്ചു, ഞാൻ കേണപേക്ഷിക്കുന്നു, ദൈവമേ, അവളെ സുഖപ്പെടുത്തേണമേ. രോഗദുഃഖങ്ങളാൽ ക്ലേശിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക നമ്മുടെ കടമയാണ്. സഹനങ്ങൾ ദൈവിക മാർഗം നമ്മെ പഠിപ്പിക്കുന്നു. രോഗശാന്തി ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. മോശയുടെ മധ്യസ്ഥത കേൾക്കപ്പെട്ടു. മിരിയാം സുഖം പ്രാപിച്ചു. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന നാമാൻ ഏലീഷ പ്രവാചകൻ വഴി കുഷ്ഠരോഗം സൗഖ്യമായ സിറിയൻ സൈന്യാധിപനാണ്. നാമാന് രോഗശാന്തി ലഭിച്ച സംഭവം വിജാതിയരോടുള്ള ദൈവകാരുണ്യത്തിൻ്റെ നിദർശനമായി യേശു ചൂണ്ടിക്കാണിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 27-ാം തിരുവചനം. നാമാൻ്റെ ഭാര്യയുടെ പരിചാരകയായിരുന്ന ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് നാമാൻ സിറിയ രാജാവിൽ നിന്ന് ശുപാർശ കത്ത് വാങ്ങി ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കലെത്തി. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് കോപാക്രാന്തനായി വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു. ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ? കുഷ്ഠം സുഖപ്പെടുത്തുക ലൗകികമായി അസാധ്യമായിരുന്നു. കുഷ്ഠരോഗശാന്തി ദൈവത്തിന് മാത്രം സാധ്യമായ കാര്യമായി വിശ്വസിച്ചിരുന്നു. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അവൻ നാമാൻ അറിയട്ടെ എന്ന എലീഷ പ്രവാചകന്റെ പ്രസ്താവന കർത്താവ് പ്രവാചകനിലൂടെ പ്രവർത്തിക്കും എന്ന വിശ്വാസമാണ്. നാമാൻ്റെ വിശ്വാസവും വിനയവും അനുസരണവും കഠിനമായി പരീക്ഷിക്കപ്പെടുന്നതായിരുന്നു എലീഷായുടെ സമീപനം. എലീഷ ദൂതനെ അയച്ച് സിറിയയിലെ സർവ്വസൈന്യാധിപനായ നാമാനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക. നാമാൻ കുപിതനായി മടങ്ങിപ്പോയി പറയുന്നു, എലീഷ തൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. കാരണം നാമാൻ സർവ്വസൈന്യാധിപനാണ്.
പിന്നീട് ജോർദാനിൽ 7 പ്രാവശ്യം കുളിച്ച് സുഖം പ്രാപിച്ച വിജാതീയനായ നാമാൻ എലീഷായുടെ അടുക്കൽ മടങ്ങിയെത്തി നന്ദി പ്രകടിപ്പിക്കുകയും തൻ്റെ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്തു. ഭൂമിയിൽ ഇസ്രായേലിൻ്റേതല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 15-ാം തിരുവചനം. നാമാന്റെ വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. നാമാൻ നന്ദി സൂചകമായി നൽകിയ സമ്മാനങ്ങൾ എലീഷ പ്രവാചകൻ സ്വീകരിച്ചില്ല. അദ്ദേഹം പറയുന്നു, കർത്താവ് കരുണാപൂർവ്വം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, ആ അനുഗ്രഹങ്ങളുടെ പേരിൽ താൻ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് ഉചിതമല്ലെന്ന് എലീഷ ചിന്തിച്ചു. സുഖം പ്രാപിച്ച നാമാൻ എലീഷ പ്രവാചകനോട് കർത്താവ് വസിക്കുന്ന ഇസ്രായേൽ ദേശത്ത് നിന്ന് 2 കഴുത ചുമട് മണ്ണ് യാചിക്കുന്നു. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 17-ാം തിരുവചനം. നാമാന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങയുടെ ദാസൻ ദഹനബലിയോ കാഴ്ചയോ അർപ്പിക്കുകയില്ല. രോഗശാന്തി സത്യദൈവത്തെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. ദൈവം സ്വജാതിയർക്കും വിജാതിയർക്കും നല്ല വൈദ്യനാണ്. ദൈവത്തെ അറിയുന്ന മനുഷ്യരുടെ മധ്യസ്ഥത സ്വീകരിക്കുന്നവനാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദ്രവ്യാഗ്രഹിയായ ഗഹസി ദൈവകൃപയെ ധനസമ്പാദന മാർഗമാക്കിയതുവഴി കുഷ്ഠരോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നു. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 27-ാം തിരുവചനം. അമാസിയ രാജാവിൻ്റെ മകനായ ഉസിയ 16-ാമത്തെ വയസ്സിൽ രാജാവായി. ശത്രുക്കളായ ഫിലിസ്തീയരെയും അമ്മോന്യരെയും മെയൂന്യരെയും അദ്ദേഹം തോൽപ്പിച്ചു. തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച ഉസിയ രാജാവിനെ കുഷ്ഠരോഗം തളർത്തി. മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് താമസിക്കേണ്ടി വന്നു. പുരോഹിത ജോലികൾ ചെയ്യുവാൻ തുനിഞ്ഞ രാജാവിന് കിട്ടിയ ദൈവശിക്ഷയായി ഇതിനെ കാണുന്നു. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയെ ബോധ്യപ്പെടുത്തുന്നതാണ് ഓരോ രോഗശാന്തിയും. സമരിയ പിടിച്ചടക്കിയപ്പോൾ കണ്ടുമുട്ടിയ 4 കുഷ്ഠരോഗികൾ, സമൂഹം പുറന്തള്ളിയ ഈ കുഷ്ഠരോഗികൾക്ക് ഇസ്രായേൽക്കാരും സിറിയക്കാരും ഒരുപോലെയാണ്. 2 രാജാക്കന്മാർ 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. സമൂഹം പുറന്തള്ളിയ ഈ 4 കുഷ്ഠരോഗികൾ തങ്ങളെ പുറന്തള്ളിയ സ്വജനത്തിന് രക്ഷയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നു. 2 രാജാക്കന്മാർ 7-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. കുഷ്ഠരോഗമുള്ള ഭവനത്തിൽ ആരെങ്കിലും പ്രവേശിക്കാനിടയായാൽ അവർ കുളിച്ച് ശുദ്ധി വരുത്തണം. കുഷ്ഠരോഗികളുടെ ഭവനത്തിൽ കിടന്നുറങ്ങുന്നവനും അവിടെ വെച്ച് ഭക്ഷിക്കുന്നവനും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകണം. ലേവിയ പുസ്തകം 14-ാം അധ്യായം 46-ഉം 47-ഉം തിരുവചനങ്ങൾ. കുഷ്ഠരോഗിയുടെ ഭവനങ്ങൾ പോലും ഒറ്റപ്പെട്ടിരുന്നു. കുഷ്ഠരോഗമുള്ളയാൾ ജനങ്ങൾ വസിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി പാളയത്തിനു വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. ലേവിയ പുസ്തകം 13-ാം അധ്യായം 45-46 തിരുവചനങ്ങൾ. കുഷ്ഠരോഗത്തിൽ നിന്നും വിമുക്തനായ ആൾ ശുദ്ധീകരണ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ലേവിയ പുസ്തകം 14-ാം അധ്യായം 2 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. ശുദ്ധീകരണ കർമ്മങ്ങൾ അവശേഷിക്കുന്ന അശുദ്ധത നീക്കം ചെയ്യാനായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 44-ാം തിരുവചനം. 7 പ്രാവശ്യം ജോർദാനിൽ കുളിച്ച് ശുദ്ധിയാകുന്നത്
കുഷ്ഠരോഗ വിമുക്തിക്കായി അനുഷ്ഠിക്കേണ്ട ഒരു ക്രമമായിരുന്നു. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 10-14 തിരുവചനങ്ങൾ. യേശു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. മലയിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിനെ ജനക്കൂട്ടം അനുഗമിക്കുന്നു. ജനമധ്യത്തിൽ വെച്ച് യേശു കുഷ്ഠരോഗിയെ കൈ നീട്ടി സ്പർശിച്ച് സൗഖ്യം നൽകുന്നു. യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയേണമേ എന്നപേക്ഷിച്ച 10 കുഷ്ഠരോഗികൾക്ക് യേശു സൗഖ്യം നൽകുന്നു. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. രോഗി സന്ദർശനത്തിൻ്റെ ഭാഗമായി യേശു കുഷ്ഠരോഗി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ശിമയോന്റെ ഭവനത്തിൽ സന്ദർശനം നടത്തുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുവചനം. സമൂഹം പുറംതള്ളിയവരും സമൂഹം ഒറ്റപ്പെടുത്തുന്ന കുടുംബങ്ങളും അശുദ്ധത കൽപ്പിച്ചിരുന്നവരും ശാരീരിക വൈരൂപ്യമുള്ളവരും യേശുവിൽ സൗഖ്യദായകനായ ദൈവത്തെ ദർശിച്ചു. വിളിച്ചു പ്രാർത്ഥിച്ചവരെ കൈവിടാത്തവനായിരുന്നു യേശു. രോഗി ഭവനം സന്ദർശിക്കുന്നതിനും രോഗികളെ കൈനീട്ടി സ്പർശിക്കുന്നതിനും അവരുടെ മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്തുന്നതിനുമുള്ള മനസ്സ് യേശുവിനുണ്ടായിരുന്നു. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. കുഷ്ഠരോഗം മൂലം ഭ്രഷ്ടനാക്കപ്പെട്ട ഒരുവനെ സ്പർശിക്കുക എന്നത് ഒരു യഹൂദനെ സംബന്ധിച്ച് അചിന്ത്യമായിരുന്നു. യേശു അനുഷ്ഠാനപരമായ അശുദ്ധി ഏൽക്കാതെ കുഷ്ഠരോഗിയെ തൊട്ടുകൊണ്ട് അവൻ്റെ രോഗത്തിൽ നിന്ന് അവനെ ശുദ്ധനാക്കുന്നു. കുഷ്ഠരോഗിയുടെ സ്പർശനമോ സാമീപ്യമോ ഏൽക്കുന്നവർ അശുദ്ധരാകുമെന്ന് ഭയപ്പെട്ടിരുന്ന കാലത്താണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. സിനഗോഗുകളിലും ദേവാലയങ്ങളിലും ഭവനങ്ങളിലും സമൂഹത്തിലും നഗരങ്ങളിലും പട്ടണങ്ങളിലും പ്രവേശനം നിഷേധിച്ച കുഷ്ഠരോഗിയെ യേശു തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും തടവറ സമൂഹം സമ്മാനിച്ചവർക്ക് യേശു മതിയായ സുഹൃത്തായിരുന്നു. ഏകാന്തതയും ബഹിഷ്കരണവും വിരൂപമായ ശരീരവും തീർക്കുന്ന മാനസിക മുറിവിൽ നിന്നുയരുന്ന വിശ്വാസത്തിൻ്റെ നിലവിളിയായിരുന്നു കുഷ്ഠരോഗിയുടെ കർത്താവേ എന്ന പ്രാർത്ഥന. സാഷ്ടാംഗം വീണു പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ മുൻപിൽ കമിഴ്ന്നു വീണു പ്രാർത്ഥിച്ചു എന്നത് യേശുവിൻ്റെ ദൈവത്വത്തെ ഏറ്റുപറയുന്ന ആരാധനയാണ്. സകലത്തെയും സൃഷ്ടിച്ച് ക്രമീകരിക്കുന്ന സർവാധീശനായ ദൈവത്തിന് മുൻപിലുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് ഈ കുമ്പിടി. ഭൗതിക രാജാക്കന്മാരും സംവിധാനങ്ങളും പരാജയപ്പെടുന്ന കുഷ്ഠരോഗത്തിന് സൗഖ്യം നൽകുവാൻ സൗഖ്യദായകനായ യേശുവുണ്ട്. സ്വജനങ്ങൾക്കും വിജാതീയർക്കും നല്ല വൈദ്യനാണ് യേശു. യേശുവിലുള്ള സാർവത്രിക രക്ഷയെ ഇത് സൂചിപ്പിക്കുന്നു. സാമൂഹിക ഉച്ചനീചത്വങ്ങളെ തുടച്ചു മാറ്റുന്ന സാമൂഹിക പരിഷ്കർത്താവിനാവശ്യം നല്ല മനസ്സാണ്. ശുദ്ധിയുള്ള മനസ്സും ശുദ്ധിയുള്ള ശരീരവും യേശുവിൻ്റെ പ്രത്യേകതയായിരുന്നു. യേശു കൈനീട്ടി തൊടുവാൻ തക്കവണ്ണം നമ്മൾ അവൻ്റെ സമീപത്തായിരിക്കണം. സമൂഹം ബഹിഷ്കരിച്ചവൻ, നഗരം നാടുകടത്തിയവൻ, ഭവനം പുറത്താക്കിയവൻ കഠിനമായ ഏകാന്തത അനുഭവിച്ചപ്പോഴും യേശു അവൻ്റെ സമീപത്തായിരുന്നു. മനസ്സ് പ്രവർത്തനനിരതമാകുന്നത് കൈകാലുകളിലൂടെയാണ്. മനസ്സുള്ള നല്ല ദൈവം കൈ നീട്ടി ആരും തൊടാത്തവനെ തൊട്ടു. യേശു സാമീപ്യവും സ്പർശനവും സൗഖ്യദായകമാണ്. ആരുമില്ലാത്ത രോഗിയുടെ
കിടക്കയ്ക്കരികിലും സൗഖ്യദായകനായ യേശു ഉണ്ട്. വിശ്വാസം വീണ്ടെടുത്ത് വിളിച്ചു പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യേശു ശിഷ്യരായ ക്രിസ്ത്യാനികൾ രോഗികളെ സമീപിക്കുവാനും ശുശ്രൂഷിക്കുവാനും കൈ നീട്ടി സ്പർശിക്കുവാനും അവരെ കേൾക്കുവാനും കൈ അയച്ച് സഹായിക്കുവാനും മനസ്സുള്ളവരായിരിക്കണം. ഒറ്റപ്പെട്ടവരും സാമൂഹിക ഭ്രഷ്ടമുള്ളവരും വിരൂപമാക്കപ്പെട്ടവരും ആരാരുമില്ലാത്തവരും ആർക്കും വേണ്ടാത്തവരും യേശുവിന് പ്രിയപ്പെട്ടവരാണ്. അവരുടെ സമീപത്ത് മനസ്സുള്ളവനായി കൈ നീട്ടി സ്പർശിക്കുവാൻ, അവരോട് സംസാരിക്കുവാൻ യേശു ഉണ്ടാകും നിശ്ചയം. യേശു അത്ഭുത പ്രവർത്തകനായി അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ല. കുഷ്ഠം വിട്ടുമാറിയവനോട് സൗഖ്യദായകനായ യേശു പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. സുഖം പ്രാപിച്ചവൻ ഒന്നും പറയേണ്ട കാര്യമില്ല. അവൻ്റെ ജീവിത സാക്ഷ്യം യേശു എന്ന സൗഖ്യദായകൻ ആരാണെന്ന് പ്രഘോഷിക്കും. യേശു സാമീപ്യം അനുഭവിച്ചവർക്കും യേശുവിനെ കേട്ടവർക്കും യേശു സ്പർശിച്ചവർക്കും ജീവിത സാക്ഷ്യം നൽകാതിരിക്കാനാവില്ല. അവരുടെ ജീവിതം യേശു പ്രഘോഷണമാണ്. സുഖം പ്രാപിച്ചവൻ പോയ വഴികളിലും കണ്ടുമുട്ടിയവരിലും സർവ്വജനതയുടെയും രക്ഷകനായ യേശുവിനെ പ്രഘോഷിച്ചു. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. കുഷ്ഠരോഗിയുടെ രോഗവിമുക്തി സാക്ഷ്യപ്പെടുത്തുകയും രോഗവിമുക്തനെ സമൂഹത്തിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യാനുള്ള അധികാരം പുരോഹിതനായിരുന്നു. ലേവ്യാപുസ്തകം 13-ാം അധ്യായം 49-ാം തിരുവചനം, ലേവ്യാപുസ്തകം 14-ാം അധ്യായം 2, 3 തിരുവചനങ്ങളൊക്കെ ഇവ വ്യക്തമാക്കുന്നുണ്ട്. പഴയ നിയമ പുരോഹിതർ യേശുവിൽ പൂർണ്ണമായ രക്ഷയെ തിരിച്ചറിയുന്നതിനുള്ള അടയാളമായിരുന്നു കുഷ്ഠം വിട്ടുമാറിയ ഈ മനുഷ്യൻ. മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിന് ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. രക്ഷാകര മൂല്യമുള്ള മോശിക നിയമങ്ങൾ യേശു ശരിവയ്ക്കുന്നു. നിയമങ്ങളുടെ പൂർത്തീകരണത്തിനായി വന്നവനാണ് യേശു. രോഗസൗഖ്യത്തിനുള്ള നന്ദി പ്രകടനം നേർച്ച കാഴ്ചകളിലൂടെ നിർവഹിക്കണം. പ്രതിനന്ദിയുടെ കാഴ്ച സമർപ്പണത്തിനുള്ള ഇടം ദൈവാലയമാണ്. കാഴ്ച സമർപ്പണം വിശ്വാസത്തിൻ്റെ പ്രതീകവും ജനങ്ങൾക്ക് നൽകുന്ന സാക്ഷ്യവും ദൈവത്തോടുള്ള പ്രതിനന്ദിയുമാണ്. മനുഷ്യൻ ദൈവത്തിനുമുമ്പിൽ നടത്തുന്ന ഗൗരവതരമായ വാഗ്ദാനം അഥവാ പ്രതിജ്ഞയാണ് കാഴ്ച സമർപ്പണം. സങ്കീർത്തനം 5-ാം അധ്യായം 7-ാം തിരുവചനവും സങ്കീർത്തനം 96-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവമേ, ആദരപൂർവം നിന്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ നേർച്ച കാഴ്ചകൾ ഞാൻ നിറവേറ്റും. കീറിയ വസ്ത്രം, ചീകി ഒതുക്കാത്ത മുടി, തുണികൾ കൊണ്ട് മറച്ച മേൽചുണ്ട്, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം, കയ്യിൽ കരുതിയിരിക്കുന്ന മണി കിലുക്കണം. ഇതായിരുന്നു കുഷ്ഠരോഗിയുടെ പ്രകൃതം. കുഷ്ഠം വിമുക്തമായവൻ ശുദ്ധിയുള്ളവനാണ്, ഭവനത്തിന് അവകാശിയാണ്, ദൈവത്തിൻ്റെ മകനാണ്. അശുദ്ധൻ അശുദ്ധൻ എന്ന് സ്വയ അവബോധമുള്ളവൻ ശുദ്ധിയുള്ളവനായ യേശുവിനെ സമീപിച്ചു. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന മാലാഖമാരുടെ സംഗീതം ദൈവപുത്രന് ചുറ്റുമുണ്ട്. ദൈവ സാമീപ്യം ഇഷ്ടപ്പെടുന്നവൻ ദൈവത്തെ കേൾക്കുന്നു, ദൈവിക സ്പർശനം ഏറ്റുവാങ്ങുന്നു, വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. നേർച്ച കാഴ്ച സമർപ്പണത്തിനും ശുദ്ധീകരണ കർമ്മത്തിനുമായി ദൈവാലയത്തെയും പുരോഹിതനെയും സമീപിക്കുന്നു. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന യേശു തൻ്റെ പ്രവാചക പൗരോഹിത്യ ദൗത്യങ്ങൾ നിർവഹിക്കുന്നു. കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയത് ദരിദ്രരോടുള്ള സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗവും
വരാനിരിക്കുന്ന മശിഹ യേശു ആണെന്നതിൻ്റെ അടയാളവുമാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ യേശു അവന് സാമൂഹികവും മതപരവുമായ സ്വാതന്ത്ര്യം വീണ്ടെടുത്തു നൽകി. മനുഷ്യ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന അത്ഭുതമാണ് കുഷ്ഠരോഗിയുടെ സൗഖ്യം. യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചു. ഗ്രീക്ക് പരിഭാഷ അവനെക്കുറിച്ചുള്ള വചനം, വാർത്ത പൂർവാധികം വർദ്ധിച്ചു എന്നാണ്. യേശുവിൻ്റെ വാക്കു കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തിൻ്റെ ആദര പ്രകടനത്തിന് കാത്തു നിൽക്കാതെ യേശു പ്രാർത്ഥനാ നിരതനാകുന്നതിന് വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി. ശരിയായ ആധ്യാത്മികതയുടെ ഏറ്റവും സുന്ദരമായ ഭാവം ജനപ്രീതിക്കും അഭിനന്ദന വാക്കുകൾക്കും ലോകത്തിൻ്റെ അവാർഡുകൾക്കും കാത്തു നിൽക്കാതെ ഏകാന്തതയുടെയും പ്രാർത്ഥനയിലേക്ക് പിൻവാങ്ങുന്നതും ദൈവിക കാര്യങ്ങളിൽ കർമ്മനിരതമാകുന്നതുമാണ്. എപ്പോഴും കർമ്മനിരതനും എല്ലായ്പ്പോഴും പ്രാർത്ഥനാനിരതനുമാകുന്ന യേശു വിജനതകൾ തേടുന്നത് ശക്തി സ്രോതസ്സായ പിതാവുമായി പ്രാർത്ഥനയിൽ ഒന്നാകുന്നതിനാണ്. സൗഖ്യദായകനായ യേശുവേ, കൈനീട്ടി